CBCയുടെ അധ്യക്ഷനും സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ ചെയർമാനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ദീപിക പത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം സീറോ മലബാർ സഭയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇടപെട്ട് സീറോ മലബാർ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിച്ചിരുന്നു എന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ റെയ്ഡ് ചെയ്ത അന്വേഷണ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, മാർ ആൻഡ്രൂസ് താഴത്തും കർദിനാൾ ജോർജ് ആലഞ്ചേരിയും നാഷണൽ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽപ്പെട്ട വ്യക്തികളാണ്. അവർക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹാജരാകാൻ വേണ്ടി പലവട്ടം നോട്ടീസും കിട്ടിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾ, അയാളുടെ മുന്നിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തിനാണ് പോയത്? ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണ്? അങ്ങനെ അദ്ദേഹം ഒരു കേസിലെ പ്രതിയായ ഒരാളുടെ അടുക്കൽ ചെന്ന് ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് പറയാവുന്ന ഒരു വിവരം ചെന്ന് പറയാൻ മാത്രം എങ്ങനെയാണ് ഒരു നാഷണൽ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന് സാധിക്കുക എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അത് അവർ തന്നെ വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. കർദിനാൾ ആലഞ്ചേരിയുടെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിൽ പരാതിക്കാരനെ 7 ദിവസത്തോളം ചോദ്യം ചെയ്തതാണ്. പരാതിക്കാരനായ പാപ്പച്ചൻ ആത്തപ്പള്ളി എന്ന് പറയുന്നയാളെ 7 ദിവസത്തോളം ചോദ്യം ചെയ്തതാണ്. അതിനുശേഷം കർദിനാൾ ആലഞ്ചേരിയുടെ സന്തത സഹചാരിയും ഇപ്പോൾ ഭാരത് മാതാ ലോ കോളേജിന്റെ ഡയറക്ടറുമായിരിക്കുന്ന ഫാദർ ജോഷി പുതുവയെ ED പലവട്ടം ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം കർദിനാൾ ആലഞ്ചേരിക്ക് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് അയച്ചതാണ്. അങ്ങനെ മാർ താഴത്തിനും സമാനമായ കേസുകൾ തൃശ്ശൂരിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ നിൽക്കുകയും പ്രതി ചേർക്കപ്പെടുകയും ചെയ്ത ഒരാൾ, അയാളുടെ മുന്നിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് തോന്നാവുന്ന ഒരു വിവരം വെളിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാർ താഴത്ത് CBCയുടെ പ്രസിഡന്റാണ്, സീറോ മലബാർ സഭയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്നയാളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് വെളിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ പറയുകയും ചെയ്യണം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പുറകിലുള്ള ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം ഒരു വിവരം കിട്ടിയാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് അയാളുടെ ഉന്നതാധികാരികളെ അറിയിക്കുകയും അന്വേഷണം നടത്തുകയും അയാൾക്കെതിരെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയുമാണ് വേണ്ടത്. അതിനു പകരം തന്റെ മുന്നിൽ പ്രതിയായി വന്നിരിക്കുന്ന ഒരു മെത്രാനെ പോയി ഇദ്ദേഹം അറിയിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്നതിനും അപ്പുറമാണ്. അത് ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SNDP ആസ്ഥാനത്തും NSS ആസ്ഥാനത്തുമെല്ലാം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ പരിശ്രമത്തിന്റെ തുടർച്ചയാണോ ഈ അഭിമുഖം എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും സംശയമുണ്ട്. അതിന്റെ കാരണം, അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പലതും സംഘപരിവാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ ആശയങ്ങളാണ്, അല്ലെങ്കിൽ അതേ മുദ്രാവാക്യങ്ങളാണ്. അദ്ദേഹം പറയുകയാണ്, കേന്ദ്രത്തിൽ സംഘപരിവാറാണ് ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നതെങ്കിൽ കേരളത്തിൽ LDFും UDFുമാണ് ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഇവിടെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം സീറോ മലബാർ സഭയുടെ അകത്ത് നുഴഞ്ഞു കയറി അതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അത് കൃത്യമായൊരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നസ്രാണി എഗൻസ്റ്റ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. അതിനെക്കുറിച്ച് പറയാതിരിക്കാനാവില്ലാത്തത് കൊണ്ടാണ്
സാധാരണഗതിയിൽ അൽമായ മുന്നേറ്റം ഇതുപോലെ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയുന്നതല്ല. പക്ഷെ പത്രസമ്മേളനം വിളിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഒരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കുന്ന ഒരു നിലപാട് CBCI പ്രസിഡന്റ് എടുത്തെങ്കിൽ CBCIയുടെ ഇന്ന് മുതൽ CBCIയുടെ സമ്മേളനം നടക്കുകയാണ് ബാംഗ്ലൂരിൽ. ഭാരത കത്തോലിക്ക സമിതി ഈ പ്രസ്താവനയോട് ചേർന്ന് പോകുന്നുണ്ടോ എന്നവർ വ്യക്തമാക്കണം. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പോലീത്തൻ വികാരിയും ഈ വിഷയത്തോട് ഇതേ സമീപനം തന്നെയാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ഒരു കമ്മ്യൂണൽ ഹാർമണി ഇല്ലാതെയാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്ന് ബിഷപ്പുമാർ വിട്ടു നിൽക്കണമെന്നുള്ളതാണ് അൽമായ മുന്നേറ്റത്തിന്റെ ശക്തമായ ആവശ്യം. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുള്ളതാണ് എല്ലാ തരത്തിലും. അദ്ദേഹം പറഞ്ഞത് സീറോ മലബാർ സഭയിലെ കുർബാന പ്രശ്നത്തിനകത്ത് PFI ഇടപെട്ടു എന്നാണ് പറയുന്നത്. ഈ സീറോ മലബാർ സഭയുടെ കുർബാന പ്രശ്നം ഈ കാലഘട്ടത്തിലൊന്നും തുടങ്ങിയതല്ലെന്നും അത് സീറോ മലബാർ സഭ രൂപം കൊള്ളുന്നതിന് മുമ്പ് തുടങ്ങിയതാണെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഏറ്റവും ആദ്യം വത്തിക്കാന്റെ പ്രതിനിധിയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് കലാപം ഉണ്ടാക്കിയത് ചങ്ങനാശ്ശേരിയിലെ മുൻ ആർച്ച് ബിഷപ്പായിരുന്ന പൊരുന്നേടം പിതാവിന്റെ നേതൃത്വത്തിലാണ്. അന്ന് ആ കലാപം ഉണ്ടാക്കിയത് പിന്നീട് പല പല കലാപങ്ങൾ ഉണ്ടായതുമൊക്കെ അതിന്റെ തുടർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിനകത്ത് വളരെ ബോധപൂർവം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായ പ്രശ്നം വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്നും അത് ഞങ്ങളുടെ എല്ലാവരുടെയും സിരകളിൽ ഓടുന്ന വിഷയമാണെന്നും ഇവർക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഒരു കമ്മ്യൂണൽ ഡിസാർമണി ഉണ്ടാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചത്. അതിനെതിരെ ശക്തമായ നിലപാടുകളുമായി അൽമായ മുന്നേറ്റം മുമ്പോട്ട് പോകും. ഉചിതമായ ഫോറങ്ങളിൽ ഞങ്ങൾ ചോദ്യം ചെയ്യും. നിയമപരമായി എന്ത് നടപടികൾ സ്വീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ആലോചിക്കും. സീറോ മലബാർ സഭയുടെ കുർബാന പ്രശ്നം ഇപ്പോൾ ഇവിടെ ഉണ്ടായത് തന്നെ, അല്ലെങ്കിൽ ആരാധനക്രമ പ്രശ്നം ഉണ്ടായത് തന്നെ വിശ്വാസികളിൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ചില മെത്രാന്മാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും നടപ്പാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ആരാധനക്രമ പ്രശ്നത്തിൽ PFI പോലുള്ള ഒരു സംഘടന ഇടപെട്ടിട്ടുണ്ട് എന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നുണ്ടെങ്കിൽ അത് ഉത്തരം പറയേണ്ടത് ഏറ്റവും ആദ്യം ഈ പറയുന്ന മെത്രാന്മാർ തന്നെയാണ്. കാരണം മെത്രാന്മാരാണ് ഈ വിഷയം ഇവിടെ ഉണ്ടാക്കിയത്. അപ്പൊ മെത്രാന്മാരുടെ ഇടയിൽ PFIക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടോ, PFI എന്തെങ്കിലും റോൾ വഹിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കേണ്ട കടമ കൂടി സീറോ മലബാർ സഭാ സിനഡിനുണ്ട്. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭാ സിനഡ് മേജർ ആർച്ച് ബിഷപ്പും ഈ വിഷയത്തിൽ കൃത്യമായ തെളിവുകൾ ആവശ്യപ്പെടണം. തെളിവുകൾ ഒന്നുമില്ലാതെ ഇത്തരത്തിൽ നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകൾ നടത്തുന്ന മാർ ആൻഡ്രൂസ് താഴത്തിനോട് ഒന്നുകിൽ തെളിവുകൾ പുറത്തുവിടുക, അല്ലെങ്കിൽ കൃത്യമായി പരസ്യമായി ക്ഷമാപണം പൊതുസമൂഹത്തോട് പറയണമെന്നും അല്ലെങ്കിൽ തന്റെ പ്രസ്താവനയിലും പ്രതികരണത്തിലും കൃത്യമായ തിരുത്തൽ വരുത്തണമെന്നുള്ളതാണ് അത് അൽമായ മുന്നേറ്റം മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സീറോ മലബാർ സഭ മാത്രമല്ല, ആഗമാന കത്തോലിക്ക സഭയുടെ ഭാരതത്തിലെ CBCI എന്ന് പറയുന്ന മെത്രാന്മാരുടെ ബിഷപ്പ്മാരുടെ സംഘടനയുടെ പ്രസിഡന്റാണ്. ആ സ്ഥാനം ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. 3-4 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അവസാനിക്കും. അതിനു മുമ്പ് പൊതു സമൂഹത്തിൽ എനിക്ക് ഉള്ള സ്ഥാനത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഒരു അബദ്ധ പ്രസ്താവന നടത്തിയതെന്ന് കൂടി ചിന്തിക്കുകയാണ്. ഇദ്ദേഹം ഈ കഴിഞ്ഞ 3 വർഷക്കാലമായി CBCIയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഭാരതത്തിലെമ്പാടും നേരിട്ടിട്ടുള്ള ന്യൂനപക്ഷ ആക്രമണങ്ങൾ, പള്ളികൾ തകർക്കൽ, മണിപ്പൂരിലെ ആക്രമണങ്ങൾ, ഇതിലൊന്നും സംഘപരിവാറിനെതിരെയോ BJP ഭരണകൂടത്തിനെതിരെയോ കൃത്യമായി പ്രതിഷേധിക്കുകയോ പ്രതികരണം നടത്തുകയോ ഉത്തരവാദിത്തപ്പെട്ട ഫോറങ്ങളിൽ ഉന്നയിക്കുകയോ ചെയ്യാത്തൊരു വ്യക്തി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുകയാണ്. ഇതിൽ നിന്ന് ഞങ്ങൾ ഇദ്ദേഹം ആരോപിച്ചതിനപ്പുറമാണ് ഞങ്ങൾ ആരോപിക്കാൻ ഉദ്ദേശിക്കുക. ഇദ്ദേഹം കൃത്യമായി BJPയുടെയോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയോടെയോ ഒരു ഏജന്റായി ഈ സഭാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുകൂടി ഞങ്ങൾ സംശയിക്കുന്നു. അദ്ദേഹം കൃത്യമായി സംഘപരിവാറിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഏജന്റായി ഒരു മെത്രാപ്പോലിത്ത പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആഗമാന കത്തോലിക്ക സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേകിച്ച് അപമാനകരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുകയോ അദ്ദേഹം സ്വയം രാജിവെച്ച് പുറത്തു പോവുകയോ വേണം.
കാലഘട്ടങ്ങളിലും അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും അതിനുവേണ്ടി ഏതറ്റം വരെ ആളുകളെ അടിച്ചമർത്തുന്ന അടിമ മനോഭാവത്തോടുകൂടി വിശ്വാസികളെ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് ആവാൻ വേണ്ടി ദീർഘകാലം ശ്രമിച്ചു. അത് നടന്നില്ല. സ്വന്തം സഹായമെത്രാനായ തന്നേക്കാൾ ജൂനിയറായ മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി. അത് അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം കർദിനാളാവാൻ പല ശ്രമങ്ങളും നടത്തി. അതും നടന്നില്ല. ഇപ്പോൾ CBSI പ്രസിഡന്റ് സ്ഥാനവും കഴിയുകയാണ്. തൃശ്ശൂരിന്റെ മെത്രാപോലിത്ത എന്ന സ്ഥാനവും ഈ വർഷം തീരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അധികാര സ്ഥാനങ്ങൾ കൈവിട്ടു പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സീറോ മലബാർ സഭയിലെ ഒരു ഉരുക്ക് മെത്രാനാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എറണാകുളത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി വിടുമ്പോൾ അദ്ദേഹം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നുള്ള കുതിരവട്ടം മപ്പ് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടാണ് എറണാകുളത്തേക്ക് വന്നത്. 1.5 വർഷക്കാലം എറണാകുളത്ത് ചുമതലയുണ്ടായിരുന്ന അദ്ദേഹം ഒരു പള്ളിയിൽ പോലും കുർബാന അർപ്പിക്കാൻ പോലും കഴിയാതെ ബസിലിക്കയിൽ കുർബാന അർപ്പിക്കാൻ പോലീസിനെയും പട്ടാളത്തെയും കൊണ്ടുവന്ന വ്യക്തിയാണ്. അതുപോലും കഴിയാതെ നാണം കെട്ട് വത്തിക്കാൻ അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹം ഇവിടുന്ന് പുറത്തു പോവുകയാണ്. തിരിച്ചു പോകേണ്ടി വന്നു. അതിന്റെ പ്രതികാര ബുദ്ധിയോടെ അതിന് മൂലമുണ്ടായ അദ്ദേഹത്തിന്റെ പ്രതികാരം അതിന്റെ ജാളിത മറയ്ക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ രൂപതയായ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ രൂപതയായ എറണാകുളത്തെ 6.5 ലക്ഷം വരുന്ന വിശ്വാസ സമൂഹത്തെയും 490 വൈദികരെയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കുന്ന പ്രസ്താവനകളുമായി അദ്ദേഹം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അദ്ദേഹം മാർപ്പാപ്പയുടെ മുമ്പിൽ പോലും ഇത്തരത്തിൽ പ്രസ്താവനയുമായി ചെന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഉന്നയിച്ചതിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ എറണാകുളത്തിന്റെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തത്. അപ്പോൾ വീണ്ടും അദ്ദേഹം ഇതേ പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നത് ഈ സമൂഹത്തോട് 6 ലക്ഷം വരുന്ന വിശ്വാസികളോടും ഭാരതത്തിലെ കത്തോലിക്ക സഭയിലെ മുഴുവൻ വിശ്വാസികളെയും വൈദികരെയും അപമാനിക്കുന്ന തുല്യമാണ്. അദ്ദേഹം ഈ സംഘപരിവാർ ഏജന്റായി നിന്നുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി പ്രവർത്തനങ്ങൾ നിർത്തണമെന്നും അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയായി ഒരു സമൂഹത്തിന്റെ ഇടയനായി നിന്നുകൊണ്ട് വിശ്വാസ സമൂഹത്തോടൊപ്പം നിലപാട് സ്വീകരിക്കണമെന്നാണ് അൽമായ മുന്നേറ്റം ആവശ്യപ്പെടുന്നത്. പറഞ്ഞു ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. CBCI യോഗങ്ങൾക്കടുത്തെങ്ങും കൂടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു വ്യക്തിപരമായ ഒരു പരാമർശമാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് CBCI കൺസേൺ ഉണ്ടെങ്കിൽ ആ വിവരം പുറത്തറിയിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ്, ആ വിവരം പുറത്തറിയിക്കട്ടെ. CBCIയുടെ മൊത്തത്തിലുള്ള അഭിപ്രായം ഇത് തന്നെയാണെങ്കിൽ അത് പുറത്തറിയിക്കുകയാണ് വേണ്ടത്. CBCI പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാർ ആൻഡ്രൂസ് താഴത്ത് ഒരു തികഞ്ഞ പരാജയമായിരുന്നു എന്ന് മറ്റു മെത്രാന്മാർക്കും ബാക്കി എല്ലാവർക്കും അഭിപ്രായമുള്ളതാണ്. കാരണം അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിൽ ക്രമാതീതമായി വർദ്ധിച്ചത്. അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടും കത്തോലിക്ക സഭ ഒരു ശക്തമായ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് വിശ്വാസികളുടെ ഇടയിലും വൈദികരുടെ ഇടയിലും എല്ലാം വലിയ ചർച്ചാ വിഷയമാണ്. ഇന്ന് മെത്രാന്മാരുടെ ഇടയിലും വലിയ ചർച്ചാ വിഷയമാണ്. അങ്ങനെ ഇരിക്കെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു. ഇദ്ദേഹം ഇടവകളിലും ബാക്കി പലയിടങ്ങളിലും ഇടവകൾക്കകത്ത് തന്നെ യോഗങ്ങൾ സംഘടിപ്പിക്കാനുള്ള അനുമതി കൊടുക്കുകയും അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്തു എന്നുള്ളതും കൂടി കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം ഒരു സംഘപരിവാർ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന് പറയാതിരിക്കാനാവില്ല.